US നാവികസേനയുടെ ആക്രമണ കപ്പലായ USS ട്രിപ്പോളി അറബിക്കടലിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ടെഹ്റാൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ നാവികോപരോധം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. F-35B ലൈറ്റ്നിംഗ് II സ്റ്റെൽത്ത് ഫൈറ്റർ വിമാനങ്ങളും MV-22 ഓസ്പ്രേക്ക യുദ്ധവിമാനങ്ങളും രംഗത്ത് വന്നു. ഹെലികോപ്റ്റർ അടക്കം ഉൾക്കൊള്ളാൻ കഴിവുള്ള കപ്പലാണ് USS ട്രിപ്പോളി. പട്ടാളക്കാരെ കരയിലിറക്കാനും നാവിക വ്യോമസേനകളെ സഹായിക്കാനും ഒരുപോലെ കഴിയുന്നവയാണ് ഈ കപ്പലുകൾ. ഫെബ്രുവരി 28-ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളോടെ ആരംഭിച്ച യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാനിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ട്രംപിന്റെ ഈ കടുത്ത സൈനിക നീക്കം. ഇറാനിയൻ നാവികസേനയെ ഇതിനോടകം തന്നെ അമേരിക്ക തകർത്തു കഴിഞ്ഞുവെന്നും 158 ഇറാനിയൻ കപ്പലുകൾ കടലിന്റെ അടിത്തട്ടിലാണെന്നും ട്രംപ് അവകാശപ്പെടുന്നു. അവശേഷിക്കുന്ന ഇറാനിയൻ ഫാസ്റ്റ് അറ്റാക്ക് കപ്പലുകൾ ഉപരോധ മേഖലയിലേക്ക് വന്നാൽ അവ നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. JD വാൻസ്, സ്റ്റീവ് വിറ്റ്കോഫ്, ജാറെഡ് കുഷ്ണർ എന്നിവരടങ്ങിയ അമേരിക്കൻ പ്രതിനിധി സംഘം സമാധാന ചർച്ചകളിൽ ധാരണയിലെത്താൻ കഴിയാതെ മടങ്ങിയതോടെയാണ് മേഖലയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചത്. US സെൻട്രൽ കമാൻഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സൈനിക നീക്കത്തിൽ USS ട്രിപ്പോളി എന്ന അത്യാധുനിക കപ്പലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. പരമ്പരാഗതമായ വെൽഡെക്ക് ഇല്ലാത്ത രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കപ്പലുകൾ കൂടുതൽ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും എല്ലാം സൗകര്യമുള്ള കപ്പലുകളാണ് ഇപ്പോൾ അറബിക്കടലിൽ വിന്യസിച്ചിരിക്കുന്നത്. യുദ്ധം സജീവമാകുന്ന സാഹചര്യത്തിൽ 20-ലധികം F-35B വിമാനങ്ങൾ വരെ ഒരേ സമയം വിന്യസിക്കാനുള്ള കരുത്ത് USS ട്രിപ്പോളിക്കുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമയം ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ ഉപരോധം പ്രാബല്യത്തിൽ വന്നതായി US സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. അറബിക്കടൽ, ഒമാൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെ ഇറാന്റെ തീരദേശങ്ങളിലേക്കും തുറമുഖങ്ങളിലേക്കും പ്രവേശിക്കുന്നതും അവിടെ നിന്ന് പുറപ്പെടുന്നതുമായ എല്ലാ കപ്പലുകൾക്കും ഈ ഉപരോധം ബാധകമായിരിക്കും. യാതൊരു വിവേചനവുമില്ലാതെ എല്ലാ കപ്പലുകളെയും കർശനമായി പരിശോധിക്കാനും തടയാനുമാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുകയോ ഇടപെടുകയോ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. UK മാരിടൈം ഏജൻസിയാണ് ഈ റിപ്പോർട്ട് ചെയ്തത്. ഇറാൻ ഹോർമുസ് തുറന്നില്ലെങ്കിൽ മുഴുവൻ ഗതാഗതവും ഉപരോധിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാന് നൽകിയ സമയപരിധി അവസാനിച്ചതോടെയാണ് അമേരിക്ക ഉപരോധം ആരംഭിച്ചത്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു കടക്കുകയോ ചെയ്യുന്ന എല്ലാ കപ്പലുകളെയും ഉപരോധം ലക്ഷ്യം വയ്ക്കുമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാനിയൻ തുറമുഖങ്ങളും തീരപ്രദേശങ്ങളും ഉപയോഗിക്കുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ നിഷ്പക്ഷമായ നടപടി സ്വീകരിക്കുമെന്ന് സെൻട്രൽകോം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ഇറാനിയൻ ഇതര ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചുമുള്ള കടലിടുക്കിലേക്കുള്ള നിഷ്പക്ഷ ഗതാഗത പാതയ്ക്ക് ഉപരോധം തടസ്സമാകില്ലെന്ന് US സൈന്യം പറഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ നീക്കത്തിനെതിരെ അതീവ ഗുരുതരമായ മുന്നറിയിപ്പുമായി ഇറാൻ സൈന്യവും റവല്യൂഷണറി ഗാർഡ്സും രംഗത്തെത്തി. തങ്ങളുടെ തുറമുഖങ്ങൾ ഭീഷണി നേരിട്ടാൽ പേർഷ്യൻ ഗൾഫിലെയും ഒമാൻ കടലിലെയും ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപനം. സുരക്ഷ എല്ലാവർക്കും അല്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന നിലപാടിലാണ് ഇറാൻ. ഇതിനകം തന്നെ മേഖലയിലെ കപ്പൽ ഗതാഗതം കുത്തനെ കുറഞ്ഞിരിക്കുകയാണ്. പ്രതിദിനം 135ഓളം കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഗതാഗതം നാമമാത്രമായി ചുരുങ്ങി. ഉപരോധ വാർത്ത പുറത്തുവന്നതോടെ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റമാണ് ദൃശ്യമാകുന്നത്. ഇറാനെ സാമ്പത്തികമായും സൈനികമായും വരിഞ്ഞുമുറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഉപരോധം നടപ്പിലാക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ശത്രുരാജ്യത്തിന്റെ തീരദേശത്തിലേക്കുള്ള ചരക്ക് നീക്കം പൂർണ്ണമായും തടസ്സപ്പെടുത്താൻ അമേരിക്ക ലക്ഷ്യമിടുന്നു. ഇറാന്റെ എണ്ണ കയറ്റുമതിയെയും മറ്റ് വ്യാപാര ബന്ധങ്ങളെയും ഈ നീക്കം ദോഷകരമായി ബാധിക്കും. US നാവികസേനയുടെ ഈ വൻ സന്നാഹം മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമായ തലത്തിലേക്ക് മാറ്റുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിൽ ഉപരോധം ഏർപ്പെടുത്തുന്നതിനെതിരെ ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. ഇറാനുമായുള്ള ചൈനയുടെ ഉഭയകക്ഷി ബന്ധത്തിൽ ഇടപെടരുത് എന്നും മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി. തിങ്കളാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30-ന് ഹോർമുസിൽ US നാവിക ഉപരോധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചൈനീസ് പ്രതിരോധ മന്ത്രി അഡ്മിറൽ സോങ് ജുന്റെ മുന്നറിയിപ്പ് വന്നത്. ഇറാനുമായി ഞങ്ങൾക്ക് വ്യാപാര ഊർജ്ജ കരാറുകളുണ്ട്. മറ്റുള്ളവർ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും ഹോർമുസ് കടലിടുക്ക് ചൈനയ്ക്കായി തുറന്നിരിക്കുന്നുവെന്നും ജൂൻ കൂട്ടിച്ചേർത്തു. ചൈനയെ സംബന്ധിച്ച് നിർണായക പാതയാണ് ഹോർമുസ്. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ ഏകദേശം 40%, LNGയുടെ 30% ഹോർമുസ് വഴിയാണ് വരുന്നത്.
അതിനാൽ ഇറാൻ US പ്രശ്നപരിഹാരത്തിനായി ചൈനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ട്രംപിന്റെ നാവിക ഉപരോധ ലക്ഷ്യം വയ്ക്കുന്നത് ചൈനയുടെ കറൻസിയെ ആയിരിക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പെട്രോ ഡോളർ സംവിധാനത്തിനോടുള്ള വെല്ലുവിളിയായി ചൈനയുടെ യുവാൻ ഇടപാടിനെ അമേരിക്ക നോക്കിക്കാണുന്നു. ജലപാതയുടെ സുരക്ഷ, സ്ഥിരത, തടസ്സമില്ലാത്ത കടന്നുപോകൽ എന്നിവ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പൊതു താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നുവെന്ന് വാദിച്ചുകൊണ്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വെടിനിർത്തലിന് പിന്തുണ ആവർത്തിച്ചു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ ക്രിയാത്മകമായ പങ്ക് വഹിക്കാൻ ചൈന തയ്യാറാണെന്നും കൂട്ടിച്ചേർത്തു. ഇതേസമയം ചർച്ചകൾ തുടരണമെന്ന നിലപാടാണ് വിഷയത്തിൽ ഇറാൻ സ്വീകരിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തി വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പാകിസ്ഥാനിൽ നടന്ന US-ഇറാൻ ചർച്ച പരാജയപ്പെട്ടിരുന്നു. 21 മണിക്കൂർ നീണ്ടുനിന്ന US-ഇറാൻ ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്താത്തതിന് കാരണം ഇരുപക്ഷവും നിലപാടിൽ ഉറച്ചുനിന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു US-ഉം ഇറാനും പ്രധാനമായും ചർച്ച നടത്തിയത്. 5 വർഷത്തേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കാം എന്നായിരുന്നു ഇറാന്റെ വാഗ്ദാനം. എന്നാൽ അത് 20 വർഷത്തേക്ക് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നായിരുന്നു US-ന്റെ ആവശ്യം. ഇത് അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാവാതിരുന്നതോടെ ചർച്ചകൾ വഴിമുട്ടി. ഇതേസമയം US-ന്റെ ഇറാൻ ഉപരോധം തുടങ്ങിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടാം വട്ട ചർച്ചയ്ക്കുള്ള നീക്കം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ രണ്ടാം വട്ട ചർച്ച നടക്കുമെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതേസമയം ഇറാന്റേത് സാമ്പത്തിക തീവ്രവാദമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഹോർമുസ് അടയ്ക്കുന്നതിലൂടെ സാമ്പത്തിക തീവ്രവാദമാണ് ഇറാൻ നടപ്പിലാക്കുന്നതെന്ന് ഫോക്സ് ന്യൂസ് അവതാരകൻ ബ്രേറ്റ് ബെയറുമായി സംസാരിക്കുമ്പോൾ വാൻസ് പറഞ്ഞിരുന്നു. ഇത്തരം നടപടികൾക്ക് മറുപടി നൽകാതെ പോവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാൻ കൂടുതൽ പ്രകോപനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ കടുത്ത നടപടികൾ US-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ നടപടികൾക്കനുസരിച്ചായിരിക്കും ഇനിയുള്ള US-ന്റെ പ്രതികരണമെന്നും അദ്ദേഹം പറഞ്ഞു. പന്ത് ഇനി ഇറാന്റെ കോർട്ടിലാണ്. ഞങ്ങളുടെ ചുവന്ന വരകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന്റെ യുറേനിയത്തിനുമേൽ US നിയന്ത്രണം, ആണവായുധം നിർമ്മിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സംവിധാനം എന്നിവയാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്നാണ് വാൻസ് പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുന്നതിനു തൊട്ടു മുൻപ് ഒരു തവണ കൂടി ഇറാൻ അധികൃതരുമായി അമേരിക്ക ചർച്ച നടത്തിയേക്കും. ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി വീണ്ടും നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യത US ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ടെന്ന് CNN-ഉം റിപ്പോർട്ട് ചെയ്തു. ഇറാനുമായും പ്രാദേശിക മധ്യസ്ഥരുമായും വരും ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളുടെ പുരോഗതിയെ ആശ്രയിച്ചാകും ചർച്ചയ്ക്കുള്ള തീയതികളും സ്ഥലങ്ങളും ഉദ്യോഗസ്ഥർ തീരുമാനിക്കുക എന്നാണ് റിപ്പോർട്ട്. വീണ്ടും ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കുള്ള സാധ്യത തേടി തുർക്കി ഇരുകൂട്ടരുമായും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനീവ, ഇസ്താംബൂൾ, വിയന്ന, ഇസ്ലാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങൾ ചർച്ചയ്ക്കുള്ള വേദിയായി പരിഗണിക്കുന്നുണ്ട്. ചർച്ചകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനായി വെടിനിർത്തൽ സമയപരിധി നീട്ടുന്നതും പരിഗണനയിലാണ്. വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിലുള്ള ചർച്ചകൾ തുടരുകയാണെന്നും നയതന്ത്രപരമായ ഇടപെടലിനുള്ള സാധ്യത ഇപ്പോഴുമുണ്ടെന്നും ഒരു US ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചു. ഇതിനിടെ ഇറാനിയൻ തുറമുഖങ്ങളിൽ US സൈനിക ഉപരോധം ആരംഭിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനും യുദ്ധം അവസാനിപ്പിക്കുന്നതിനുമുള്ള കരാറിൽ ഒപ്പിടുന്നതിന് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് ഈ നീക്കമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. മലയാളി വാർത്ത പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.